എത്യോപ്യയിൽ അഗ്നിപർവ്വത സ്ഫോടനം 12,000 വർഷമായി നിർജീവമായിരുന്ന ഹെയ്ലി ഹബ്ബി അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത്. ജനവാസ മേഖല അല്ലാത്തതിനാൽ ആൾനാശമുണ്ടായില്ല. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ പുകപടലങ്ങൾ വ്യോമഗതാഗതത്തിന് ഭീഷണിയാവുകയാണ്. ഇന്ത്യയുടെ വ്യോമപാതകളിലടക്കം പുകയും ചാരവും നിറഞ്ഞു. ഡൽഹിയിൽ ചാരം മൂടിയ മേഘങ്ങളാണ് കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ ചാരം കലർന്ന മേഖലകൾ ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. റൺവേകൾ പരിശോധിക്കാനും നിർദ്ദേശിച്ചു. എത്യോപ്യയിൽ 12,000 വർഷമായി നിർജീവമായിരുന്ന ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതമാണ് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത്. ചാരം കലർന്ന പുക 4,000-ലേറെ കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യയിലും എത്തി. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് മേഖലകളിൽ പുകപടലങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. യമൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മുകളിലൂടെയും ചാരമേഘങ്ങളെത്തി. സ്ഫോടനം അവസാനിച്ചെങ്കിലും ചാരം കാറ്റിൽ പടർന്നു തുടങ്ങിയത് പ്രതിസന്ധിക്ക് കാരണമായി. മണിക്കൂർ 120 മുതൽ 130 കിലോമീറ്ററാണ് ചാരമേഘത്തിന്റെ വേഗം. പല അന്താരാഷ്ട്ര വിമാനങ്ങളും റദ്ദാക്കി. അഗ്നിപർവ്വത ചാരവും പുകയും വിമാനങ്ങൾക്ക് യന്ത്ര തകരാറുണ്ടാക്കിയേക്കാം. ഇന്ത്യയിൽ രൂപപ്പെട്ട കട്ടിയുള്ള ചാരമേഘങ്ങൾ ചൈനയിലേക്ക് നീങ്ങുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.